LBSന്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 10 മുതൽ 15 വരെയാണ്. 16 ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുമെന്ന് LBSന്റെ വെബ്സൈറ്റിൽ ഒഫീഷ്യലി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. ചെറിയ നിങ്ങൾ അബദ്ധങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന സീറ്റുകൾ നഷ്ടപ്പെടുത്തിയേക്കും. ഒരുപാട് എൻക്വയറീസ് എനിക്കിങ്ങനെ വാട്സപ്പ് ത്രൂ കോളായിട്ടും അതേപോലെ തന്നെ മെസ്സേജസ് ഒക്കെ ആയിട്ടൊക്കെ വരുന്നുണ്ട്. സർ എങ്ങനെയാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്, ഏതാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്, അത് കൊടുത്താൽ ഇത് കിട്ടുമോ, ഇത് കൊടുത്താൽ അത് കിട്ടുമെന്നോ, അത് കിട്ടിക്കഴിഞ്ഞാൽ മറ്റേതിലേക്ക് മാറാൻ സാധിക്കുമോ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾക്കെല്ലാം ഉള്ള ഒരു ക്യാപ്സൂൾ വീഡിയോ തന്നെയാണ് ഈ ഒരു വീഡിയോ. LBSന്റെ വെബ്സൈറ്റിൽ ഒരു കോളേജിൻ്റെ അപ്ഡേറ്റഡ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ ഫസ്റ്റ് കമൻറ്റിലോ നിങ്ങൾക്ക് ആ ലിങ്ക് കാണാൻ സാധിക്കും. ആ ലിങ്ക് നിങ്ങൾ പോയി നോക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം. അതിൽ എല്ലാ കോളേജുകളുടെ ലിസ്റ്റും കൊടുത്തിട്ടുണ്ട്. ഏകദേശം നഴ്സിങ്ങിൻ്റെ കോളേജ് നോക്കുന്ന സമയത്ത് 172 നഴ്സിംഗ് കോളേജുകളാണ് ഈ വർഷം ഉള്ളത്. അതിൻ്റെ ടോട്ടൽ സീറ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല, പിന്നീട് വീഡിയോ ചെയ്യാം. അതിൽ തന്നെ 14 ഗവൺമെൻറ് കോളേജുകളുണ്ട്. ഓക്കെ, ഈ പ്രൈവറ്റ് കോളേജുകളുടെ ഏകദേശം 50% സീറ്റും LBS ആണ് വരുന്നത്. പിന്നെ അതേപോലെ പാരാമെഡിക്കൽ, ഓരോ ജില്ലയിലും എത്ര കോളേജുകളുണ്ട്, അതിൽ പാരാമെഡിക്കൽ കോളേജുകൾ ഏതൊക്കെ പാരാമെഡിക്കൽ കോഴ്സുകളാണുള്ളത്, എവിടെയാണ് കോളേജുകളുള്ളത്, ഇതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട കുറച്ച് കോളേജുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സോർട്ട് ഔട്ട് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് വേണ്ട കുറച്ച് കോളേജുകൾ സോർട്ട് ഔട്ട് ചെയ്ത് വെക്കാം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നീട് ആളുകൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്, നഴ്സിംഗ് കൊടുത്തിട്ടാണോ ഞാൻ പാരാമെഡിക്കൽ കൊടുക്കേണ്ടത്, പാരാമെഡിക്കൽ കൊടുത്തിട്ടാണ് നഴ്സിംഗ് കൊടുക്കേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഇപ്പോൾ 2024 നിന്ന് ഒരു 29 അല്ലെങ്കിൽ 30 ആകുമ്പോൾ ഹു ഡു യു വാണ്ട് ടു ബിക്കം, നിങ്ങൾക്ക് ആരാണ് ആയിത്തീരേണ്ടത് എന്ന് ഫിക്സ് ചെയ്യേണ്ട സമയം എപ്പോഴാണ്. കിട്ടുന്ന കോഴ്സിന് പോകുക എന്നുള്ളതല്ല. ഡു യു വാണ്ട് ടു ബിക്കം എ നേഴ്സ്, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, നേഴ്സ് എന്നതിന് പ്രയോറിറ്റൈസ് ചെയ്യണം. ഇനി എനിക്ക് നേഴ്സിംഗ് കിട്ടിയില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നൊരു കരിയറിൽ സാറ്റിസ്ഫൈഡ് ആണ്, ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ആയി കഴിഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെങ്കിൽ ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് ആയി കഴിഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെങ്കിൽ BCVT ഞാൻ പഠിക്കുകയാണെങ്കിൽ സാറ്റിസ്ഫൈഡ് ആണ്. അത് സെക്കൻഡ് ഓപ്ഷനായിട്ട് കൊടുക്കുക. പിന്നീട് തേർഡ് ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കുക. നിങ്ങൾ ഏത് കരിയറിലേക്കാണോ എത്താൻ ആഗ്രഹിക്കുന്നത് അതാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. അല്ലാതെ ഫസ്റ്റ് BSc നഴ്സിംഗ് കൊടുക്കുക, പിന്നെ BPT കൊടുക്കുക, പിന്നെ MLT കൊടുക്കുക, അങ്ങനെ ഒരു ഓർഡർ ഒന്നുമില്ല. നിങ്ങൾക്ക് ഫസ്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റാണ് ആവേണ്ടത് വെച്ചെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ കൊടുക്കേണ്ടത് ഫിസിയോതെറാപ്പിസ്റ്റാണ്. ഓക്കെ, അപ്പം 3 അലോട്ട്മെൻറ്റുകളാണ് ബേസിക്കലി ഇതിനുണ്ടാവുക. ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ കൊടുക്കുന്ന ഓപ്ഷൻസ് തന്നെയാണ് മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് വരെ വരിക. നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റോ തേർഡ് അലോട്ട്മെൻറ്റോ പുതിയ അലോട്ട്മെൻറ്റുകൾ ആഡ് ചെയ്യാൻ സാധിക്കില്ല. പുതിയ കോഴ്സുകളോ പുതിയ കോളേജുകളോ ആഡ് ആയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാം. പിന്നീട് എന്ത് ചെയ്യാം, നിലവിൽ കൊടുത്തിരിക്കുന്ന കോളേജുകളെ റീഅറേഞ്ച് ചെയ്യാം, കൊടുത്തിരിക്കുന്ന കോളേജുകളെ ഡിലീറ്റ് ചെയ്യാം. ഇതേ പറ്റുള്ളൂ. പുതിയ കോളേജുകളെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. കൊടുത്തിരിക്കുന്ന കോളേജുകൾ ഡിലീറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ഓപ്ഷൻസ് ഒന്നാമത് കൊടുത്തിരിക്കുന്ന 3 അല്ലെങ്കിൽ 10, 10 കൊടുത്തിരിക്കുന്ന 2 ഇങ്ങനെയൊക്കെ റീഅറേഞ്ച് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് താഴേക്കുള്ള എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റഡ് ആയി പോകും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഫസ്റ്റ് ഒരു 5 കോളേജിൽ BSc നഴ്സിംഗ് കൊടുത്തു, പിന്നീട് ഞാനൊരു 5 കോളേജിൽ BPT കൊടുത്തു, പിന്നീട് ഞാൻ 5 കോളേജിൽ MLT കൊടുത്തു. അപ്പോൾ എനിക്ക് ഈ BPT ആണ് കിട്ടിയതെങ്കിൽ ഈ MLTയുടെ ഓപ്ഷൻസൊക്കെ പോയിട്ടുണ്ടാവും. ഈ നഴ്സിംഗ് മാത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും വേറെ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രയോറിറ്റൈസ് ചെയ്യാം. ഒന്ന്, നിങ്ങൾക്ക് ആരായിത്തീരണം, ഇപ്പോൾ ഏത് കോഴ്സ് എന്നുള്ളത്. ഇനി ആ കോഴ്സ് ഏത് കോളേജിൽ ഫസ്റ്റ് പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കും, അങ്ങനെയാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. ആദ്യം മലപ്പുറം അല്ലെങ്കിൽ പിന്നെ തിരുവനന്തപുരം, അങ്ങനെയല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് എവിടെയാണ്, നിങ്ങൾ ഫാമിലിയെ ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് പോകാൻ തയ്യാറായ കോളേജ് ഏതാണ്. ഇപ്പം അമല കോളേജ് തൃശ്ശൂർ നല്ല കോളേജാണ്, കുറേ കോളേജുകൾ നല്ലതാണ്, നിങ്ങൾക്ക് അവിടെ പഠിക്കണം എന്നാണ് ആഗ്രഹം, നിങ്ങളുടെ ഫാമിലിയും അത് സപ്പോർട്ടാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് അമല കോളേജാണ് കൊടുക്കേണ്ടത്. ക്ലിയർ ആണോ? സെക്കൻഡ് നിങ്ങൾക്ക് മൗലാന ആണെങ്കിൽ മൗലാനാണ് കൊടുക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് എന്താണോ പ്രയോറിറ്റൈസേഷൻ ആ രീതിയിലാണ് കോളേജുകൾ സെലക്ട് ചെയ്യേണ്ടത്, ആദ്യം കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത് അങ്ങനെ തന്നെയാണ്. ഇതാണ് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മുതൽ കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു ടോക്കൺ ഫീസ് അടക്കേണ്ടതുണ്ട്. ആ ടോക്കൺ ഫീസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അടക്കാം. 25,000 രൂപ, 1000 രൂപ അങ്ങനെയൊക്കെ ആയിരിക്കും അതിന് ടോക്കൺ ഫീസ്. ഡിപ്പെൻസ് ആയിരിക്കും, ഗവൺമെൻറ് ആണെങ്കിലും മെറിറ്റ് ആണെങ്കിലും നിങ്ങളുടെ കാറ്റഗറിക്ക് അനുസരിച്ച് ഡിപ്പെൻസ് ആയിരിക്കും. ആ ടോക്കൺ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആ കോളേജിൽ തന്നെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ബാക്കിയൊക്കെ ഡിലീറ്റ് ചെയ്തേക്കൂ. ഇനി ഹയർ ഓപ്ഷൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടെ നിലനിർത്തുക. ഇപ്പോൾ എക്സാമ്പിൾ, എനിക്കിപ്പോൾ കോഴിക്കോട് ഗവൺമെൻറ് കോളേജിലാണ് കിട്ടിയിരുന്നത്, എൻ്റെ ഹയർ ഓപ്ഷൻസിൽ തൃശ്ശൂർ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ തൃശ്ശൂർ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലാണ് നിലനിർത്തേണ്ടത്, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ചിലപ്പോൾ തൃശ്ശൂർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിലവിൽ കിട്ടിയിരിക്കുന്ന കോഴിക്കോട് കോളേജിൽ നിന്ന് വിഡ്രോ ചെയ്യേണ്ടി വരും. ഇനി പ്രൈവറ്റ് ആണെങ്കിലും ഇതേ സിനാരിയോ തന്നെ. ഇനി 3 അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ കോളേജിൽ ഡയറക്റ്റായിട്ട് പ്രസൻ്റ് ആവുകയും അവിടെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് നിങ്ങൾ ജോയിൻ ചെയ്യുകയും വേണം മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ. ക്ലിയർ ആണോ? ഇനി നിങ്ങൾ ഫീസ് അടച്ചു, ടോക്കൺ ഫീസ് അടച്ചു, മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ
പിന്നീട് വരുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകൾ ഉണ്ടാവും. ആ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അടച്ചിരിക്കുന്ന ആ എമൗണ്ട് ഇതിലേക്ക് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ ആ ഡൗട്ട്സ് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളും സ്പോട്ട് അലോട്ട്മെൻറ്റുകളൊക്കെ ഉണ്ടാവും. ഇതിൽ പങ്കെടുത്തിട്ട് നിങ്ങൾ ടോക്കൺ ഫീസൊക്കെ അടിച്ച് അഡ്മിഷൻ നിങ്ങൾക്ക് ലഭിച്ചു, അലോട്ട്മെൻറ്റ് ലഭിച്ചു, ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് വരുന്ന ഒരു അലോട്ട്മെൻറ്റുകളും നിങ്ങളെ പരിഗണിക്കുന്നതല്ല. ഇനി സ്പോർട്സ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് നിങ്ങൾക്കൊരു കോളേജ് കിട്ടി, പിന്നെ അടുത്ത കോളേജിലേക്ക് നിങ്ങൾ പോകണമെങ്കിൽ അതിന് NOC ആ കോളേജിൽ നിങ്ങൾ മേടിക്കണം. ആ NOC ലഭിച്ചിരിക്കുന്ന കോളേജ്, ഒരു കോളേജിൽ നിന്ന് NOC ലഭിച്ചിട്ട് എനിക്ക് അവിടെ തന്നെ പഠിച്ചാൽ മതി എന്ന് പറയാൻ പോസിബിൾ അല്ല. പിന്നീട് നിങ്ങൾക്ക് എവിടേക്കാണോ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് അങ്ങോട്ട് മാറേണ്ടി വരും. അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ പിന്നീടുള്ള അഡ്മിഷനിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല. ഇതൊക്കെയാണ് ബേസിക്കായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ട്സ്. അതിൻ്റെ ഉള്ള ആൻസറെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ഡൗട്ട്സുകളുണ്ടെങ്കിൽ ഗ്രൂപ്പ് ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അഡ്മിനുള്ള ഗ്രൂപ്പാണ്. ഏതെങ്കിലും സമയത്ത് ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ. പിന്നീട് നല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് വെച്ചേക്കുക. കോൾ ചെയ്യരുത്. മെസ്സേജ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ സമയത്തിനനുസരിച്ച് നിങ്ങൾ തന്ന അതേ സമയത്തിന് റീപ്ലൈ തരണമെന്നില്ല. ഞങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് റീപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.